ഷെടാ, സ്വന്തം പേരിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയാലോ? കാണിക്കണ്ടേ? അങ്ങനെ കാണിക്കാൻ പറ്റിയ ഒരു ചെയിനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഹാൻഡ് ചെയിനാണ്. അപ്പോൾ നിങ്ങൾക്കിത് നെക്ക് പീസായിട്ടും യൂസ് ചെയ്യാം, ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയായിട്ട് യൂസ് ചെയ്യാം. അതിന് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ചെയിന് വന്നിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടിയുള്ള നൈസ് തിൻ ചെയിന് കിട്ടും. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ പൊട്ടിയ മാലയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എല്ലാം നമുക്ക് റീയൂസ് ചെയ്യാം. അതായത് ഞാൻ എപ്പോഴും പറയും പോലെ, നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ക്യാമറ വെച്ച് പല ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ അതിനെ പല ആംഗിളിൽ ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും പോലെ തന്നെയാണ് ഇതും. ഒരു സാധനത്തിനെ കുത്തിക്കീറി പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് നിങ്ങൾ ഇത്രയും കണ്ടില്ലേ? ഇതിൽ ടിപ്പായിട്ട് പറഞ്ഞു തരാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കറക്റ്റ് കൈയുടെ അളവിന് ടോപ്പ് ലെയർ എടുക്കുക. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഹാങ്ങിങ് ചെയ്യത്തക്ക രീതിക്ക് കുറച്ച് കൂട്ടിയെടുക്കുക. അതായത് ഫസ്റ്റ് ലെയറിനെക്കാട്ടിലും സെക്കൻഡ് ലെയർ കുറച്ച് കൂട്ടിയെടുക്കുക. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്യൂസ് സ്റ്റാർ ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ.